ഇടപഴകുന്ന നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും സംസാരിക്കാനുള്ള ഒരു വേദിയാണ്. അവിടെ നമ്മളല്ല എന്താന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ 27 പേരുണ്ടായിരുന്നു. ട്രെയിനേഴ്സ് അല്ലാത്തവരും എല്ലാവരും കൂടി. പക്ഷേ ഈ എല്ലാവരും ഒരേ മൈൻഡിലായിരുന്നു. അവിടെ ഞാന് ഇന്നാള് മറ്റാള് എന്നതില്ല. നമ്മൾക്ക് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ഫസ്റ്റ് ഡേയില് നമ്മളൊരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ചെല്ലുന്നതാണ്. ചെല്ലുമ്പോ ഒരു വലിയൊരു എന്താ പറയാ ഒരു നിശബ്ദമായ ഒരു ഏരിയ. എന്നാൽ തന്നെ ഒരു സോളിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു ഏരിയ. കേറി വന്നാൽ തന്നെ പിന്നെ നമ്മള് കേറി ഒരു എന്താ പറയാ നമ്മളങ്ങ് ഇരുന്ന് 2 മണി ആയത് പോലും നമ്മൾ അറിഞ്ഞില്ല. ഫുഡ് വേണം നമുക്കറിയാം. കാരണം നമ്മള് മോർണിംഗിൽ കൃത്യമായിട്ടുള്ള ഫുഡ് കഴിച്ച് വന്നവരൊന്നുമല്ല. പക്ഷെ നമുക്ക് ഫുഡിനോടൊന്നും അത്ര ഒരു താല്പര്യമില്ലാതെ നമ്മളങ്ങ് ഇരുന്നങ്ങ് പോയി. കാരണം നമുക്ക് അഡ്വാൻസിൽ അല്ല സോറി നമ്മുടെ EFT കോഴ്സിൽ നമുക്ക് ഈ ഓൺലൈനിൽ കിട്ടുന്നത് പോലെ അല്ല അത്. അത് അവിടെ പോയി ഇരുന്ന് നമ്മൾ അനുഭവിക്കണം. അനുഭവിക്കുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കാണുന്നതല്ലല്ലോ ജീവിതം. നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചപ്പോഴാണല്ലോ ജീവിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. അതുപോലെയാണ്. നമ്മളത് അവിടെ പോയി ഇരിക്കണം. ഇരുന്ന് സാറുടെ ഓരോരോ ഭാഗങ്ങളും നമ്മളെ ടച്ച് ചെയ്തുകൊണ്ട് അങ്ങ് പോകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് നമ്മൾ നന്നായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്തു. അപ്പൊ നമ്മളാണ് നമ്മുടെ ബോധമനസ്സും ഉപബോധ മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് ഓർമ്മയില്ല. നമ്മള് ഫോണ് പാടെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ്. നമുക്കത് എടുക്കാനുള്ള അനുമതി പോലും ഇല്ല. അപ്പൊ പിന്നെ നമ്മളെ അലർട്ട് ചെയ്യാൻ ആരുമില്ല. ഒരു മെസ്സേജ് വരുന്നില്ല, ഒരു വിളി വരുന്നില്ല. അപ്പൊ ആരും നമ്മളെ അലർട്ട് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും ശാന്തമായിരിക്കുന്ന സോളുകളാണ്. എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരേ മൂഡാണ് അവിടെ. അപ്പൊ അവിടെ ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. സംസാരമേ ഇല്ല. അതാണ് ഞാൻ അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത്. ഏറ്റവും ഒച്ചപ്പാടും ബഹളവും വെക്കുന്നവര് പോലും ശബ്ദം പൊക്കാൻ കഴിയാതെ 3 ദിവസം നമ്മള് എന്താ പറയാ ഈ പിറന്നു വീണ കുട്ടിയെ പോലെ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ ഇരിക്കും നമ്മളെ മൈൻഡ്. ഒന്നിനോടും നമുക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും എന്തെന്നെ വന്നാലും നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം വരുന്നില്ല. നമ്മളെ ജീവിതത്തിൽ ഒന്നും സ്കൂളോ കാര്യം ഒന്നും നമുക്കൊരു പ്രയാസം തോന്നില്ല. അത്രയും സ്മൂത്തായിട്ട് നമ്മളുടെ ആ 1 2 ദിവസം കഴിഞ്ഞു. 3-മത്തെ ദിവസം നമുക്ക് അവിടുന്ന് വിട്ടുപോരാൻ നമ്മളെ മനസ്സും ശരീരവും ഒരിക്കലും അനുവദിച്ചില്ല എന്നുള്ളതാണ് തോന്നുന്നത്.